الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد. بارك الله فيكم. أرحب قدومكم المبارك لهذا الحفل الكريم، حفل التخرج لطلبة جامعة الهند الإسلامية الرقم الثالث. وأخص بالترحيب فضيلة الشيخ الدكتور عبد اللطيف الكندي رئيس جمعية أهل الحديث بولاية جمو كشمير. ولله الحمد على هذه المنة والبركة وعلى توفيقه لإتمام هذه الإنجازات العجيبة القيمة الغالية في هذه المدة الطويلة، تقريبا 13 سنة بعد تأسيس هذه الجامعة المباركة. സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ മൂന്നാമത്തെ കോൺവക്കേഷൻ പരിപാടിയാണ്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ അതിഥികൾ KPA മജീദ് MLA, നമ്മുടെ ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി, അതുപോലെ വളരെ പ്രമുഖരായ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടുന്ന ഒരു സന്തോഷത്തിൻ്റെ അവസരമാണ്. ഈ സ്ഥാപനം എല്ലാവർക്കും അറിയാവുന്നതുപോലെ പടച്ചവൻ്റെ അനുഗ്രഹവും കടാക്ഷവും കിട്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ദുർബല ഹസ്തങ്ങളിൽ ഉയർന്നു വന്ന ഈ സ്ഥാപനം കേരളക്കരയിലെ വിശ്വാസി സമൂഹം ഏറ്റെടുത്ത ഒരു സ്ഥാപനമാണ്. നിരന്തരമായ ശ്രമങ്ങളിലൂടെ പരിശ്രമങ്ങളിലൂടെ ഈ കുന്നിന് പുറത്ത് ഈ ഒരു സാംസ്കാരിക നിലയം തല ഉയർത്തി നിൽക്കുന്നത് ഒരു അത്ഭുതത്തിൻ്റെ അടയാളം തന്നെയാണ്. ഇതിൻ്റെ അപ്പുറവും പരിസരവും ഒക്കെ നിങ്ങൾ പരിശോധിച്ചാൽ ധാരാളം കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന മലനിരകളാണ്. ആ മലനിരകൾക്ക് നടുവിൽ വെളിച്ചം കത്തി നിൽക്കുന്ന ഈ വിളക്ക് മാടം എന്തുകൊണ്ടും അള്ളാഹുവിന് എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. നമ്മുടെ കുട്ടികൾ എല്ലായിടത്തുമുണ്ട്. ഹിക്കമിമാർ മിമ്പറുകളിൽ, പ്രഭാഷണ വേദികളിൽ, പ്രബോധന വീഥികളിൽ എല്ലാം അവർ നിറഞ്ഞു നിൽക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കഴിവും യോഗ്യതയും ഉള്ള കുട്ടികളെയാണ് ഞങ്ങളിവിടുന്ന് പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രയാണം തുടരണം. സ്ഥാപനം ഇനിയും വളരണം. കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് ശാഖകളും ബ്രാഞ്ചുകളും ഇതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും ഉണ്ടായി. 5000-ഓളം കുട്ടികൾ പല വേദികളിലായി ഈ സ്ഥാപനത്തിൻ്റെ നിലക്ക് പഠിക്കുന്നു എന്നുള്ളത് എത്രമാത്രം സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കോൺവക്കേഷൻ പരിപാടി ഇൻഷാ അല്ലാഹ് ഈ 3 ദിവസം പിന്നിടുമ്പോൾ അതൊരു വലിയ സാമൂഹ്യ സമ്പർക്ക പരിപാടിയായി മാറുകയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച അത് ഉറപ്പുവരുത്തുകയും ചെയ്യും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ദീർഘമായൊരു സംസാരത്തിൻ്റെ സമയമല്ല, ഉദ്ഘാടന സമ്മേളനമാണ്. മറ്റവസരങ്ങളും ഇനി ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബഹുമാന്യനായ MLA എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഭ്യുദയകാംക്ഷി, അതിൻ്റെ വളർച്ചയിലും അതിൻ്റെ തുടക്കത്തിലും അതിൻ്റെ വളർച്ചയിലും നിരന്തരമായ അന്വേഷണവും നിരന്തരമായ പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു പ്രസക്തമായ പങ്ക് വഹിച്ച നമ്മുടെ MLA KPA മജീദ് സാഹിബ്, അദ്ദേഹത്തിന് വളരെ അടിയന്തരമായ മറ്റൊരു പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ട് ആദ്യമായി അദ്ദേഹം നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിന് മജീദ് സാഹിബിനെ ക്ഷണിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും.